വേൾഡ് കപ്പ് ഫുട്ബോളിൽ ഇന്ന് ഏവരും ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന ബ്രസീൽ ഹെയ്റ്റി പോരാട്ടം അവസാനിച്ചു. 3-0 അവസാനിച്ചത്. ഹെയ്റ്റിക്കെതിരായി 3 ഗോളുകൾ അടിച്ചാണ് ബ്രസീൽ മത്സരത്തിലെ വിജയികളായത്. എന്നാൽ ഈ മത്സരത്തെ വെറും ബ്രസീലിന്റെ ആധിപത്യം എന്ന് മാത്രം വിശേഷിപ്പിച്ചാൽ അത് പൂർണ്ണമായും ശരിയാവില്ല. മാത്രവുമല്ല, വിജയത്തിനപ്പുറം ഒളിഞ്ഞിരിക്കുന്ന ചില മുന്നറിയിപ്പുകൾ ഈ മത്സരം ബ്രസീലിന് നൽകുന്നുണ്ട്. ആദ്യ പകുതിയിൽ ബ്രസീൽ നടത്തിയ ആക്രമണ ഫുട്ബോൾ ലോക ചാമ്പ്യൻ പോരാളികളുടെ നിലവാരം കാണിച്ചപ്പോൾ രണ്ടാം പകുതിയിൽ ഹെയ്റ്റി നടത്തിയ പോരാട്ടം ബ്രസീലിന്റെ ചില പോരായ്മകളെ തുറന്നു കാട്ടുകയും ചെയ്തു. മൊറോക്കോയ്ക്കെതിരായ 1-1 സമനിലയ്ക്ക് ശേഷം നിർണായകമായ വിജയമാണ് ബ്രസീലിന് ആവശ്യമായിരുന്നത്. അതുകൊണ്ട് തന്നെ കാർലോ ആൻചലോട്ടിയുടെ ടീം തുടക്കം മുതൽ ആക്രമണ മനോഭാവത്തോടു കൂടി തന്നെയാണ് കളിച്ചത്. 4-3-3 ഫോർമേഷനിൽ കളിക്കുവാൻ ഇറങ്ങിയ ബ്രസീലിന്റെ ആറ്റിറ്റ്യൂഡ് വളരെ വ്യക്തമായിരുന്നു. അത് വലിയൊരു മാർജിനിൽ വിജയിച്ചു കയറുക എന്നുള്ളത് തന്നെയായിരുന്നു. അതിനാൽ തന്നെ ടീം ഒന്നടങ്കം തുടക്കം മുതൽ വലിയൊരു വിജയത്തിനു വേണ്ടി ആത്മാർത്ഥമായി പണിയെടുക്കുകയും ചെയ്തു. ഹെയ്റ്റിയുടെ ഫോർമേഷൻ 4-2-3-1 ആയിരുന്നു. ആദ്യ പകുതിയിൽ ബ്രസീൽ കൃത്യമായി പാസിങ്ങും വേഗതയും മുന്നേറ്റങ്ങളും ഒക്കെ ഉപയോഗിച്ച് ഹെയ്റ്റിയുടെ ഈ പ്രതിരോധം തകർത്ത് തരിപ്പണമാക്കുന്ന കാഴ്ചയാണ് കാണുവാൻ കഴിഞ്ഞത്. കളിയുടെ 23-ാം മിനിറ്റിൽ വിനീഷ്യസിന്റെ മുന്നേറ്റത്തിൽ നിന്നും വന്ന ഒരു റീബൗണ്ട് മാത്യൂസ് ഗൂഞ്ഞ ഗോളാക്കി മാറ്റി. രണ്ടാം ഗോൾ 36-ാം മിനിറ്റിൽ. അത് സത്യത്തിൽ മാത്യൂസ് ഗൂഞ്ഞയുടെ വ്യക്തിഗത മികവിനെ വെളിപ്പെടുത്തുന്നതായിരുന്നു. ഹെയ്റ്റിയുടെ പ്രതിരോധ താരങ്ങളെ നിഷ്പ്രഭമാക്കി നേടിയൊരു ഗോള്. ഇന്നത്തെ മത്സരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും മികച്ചതുമായ ഒരു നിമിഷമായിരുന്നു ഇവിടെ സംഭവിച്ചത് എന്ന് തന്നെ പറയാം. അടുത്തത് 3-ാമത്തെ ഗോൾ. അത് ഇഞ്ചുറി ടൈമിലാണ് വീണത്. അവിടെ വിനീഷ്യസ് ജൂനിയർ തന്റെ ക്ലാസ് തെളിയിച്ചു. ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുൻപ് ബ്രസീലിന് 3-0 ലീഡ്. പക്ഷെ രണ്ടാം പകുതി വന്നപ്പോൾ ഹെയ്റ്റിയുടെ അഭിമാനകരമായ പോരാട്ടത്തെയാണ് ലോകം കണ്ടത്. ഇതാണ് ഇന്നത്തെ മത്സരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാകുന്ന ഘടകവും. 3-0 എന്ന സ്കോറായിട്ടും രണ്ടാം പകുതിയിൽ ബ്രസീൽ കൂടുതൽ ഗോളുകൾ നേടുവാൻ ശ്രമിച്ചില്ലയോ, അതോ അവർക്ക് കഴിയാതെ പോയോ? രണ്ടാം പകുതി എത്തിയപ്പോൾ ഹെയ്റ്റി ബ്രസീൽ മുന്നേറ്റത്തിന്റെ കളിയുടെ വേഗത കാര്യമായി കുറച്ചു. ഹെയ്റ്റി കൂടുതൽ ആത്മവിശ്വാസത്തോടെ മുൻപോട്ട് വരുന്ന കാഴ്ച കാണുവാൻ കഴിഞ്ഞു. സാധാരണ ആദ്യ പാദത്തിൽ 3 ഗോളുകളൊക്കെ വഴങ്ങുന്ന ഒരു ടീം സ്വാഭാവികമായും മാനസികമായി പിന്നോക്കം പോവുകയും തുടർന്ന് ഗ്രൗണ്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് സമയം തീർക്കുകയും ഒക്കെ ചെയ്യുന്ന പതിവ് കാഴ്ചകളാണ് കുഞ്ഞൻ ടീമുകളുടെ ഭാഗത്തു നിന്നൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ ഹെയ്റ്റി തളർന്നില്ല എന്ന് മാത്രവുമല്ല, പോരാട്ട വീര്യം നിലനിർത്തുകയും ചെയ്തു. ഇതിനിടയിൽ പലതവണ ബ്രസീലിന്റെ ഫൈനൽ തേർഡിലേക്ക് അവർ കടന്നു ചെന്നു. അവിടെ അവസരങ്ങൾ സൃഷ്ടിച്ചു, ഷോട്ടുകൾ എതിർത്തു. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഫിനിഷിംഗിലെ നിലവാരം മോശമായിരുന്നു എന്നുള്ളതാണ് ഹെയ്റ്റിയെ പിന്നോട്ടടിച്ച പ്രധാനപ്പെട്ട ഘടകം. ഫൈനൽ ടച്ചിന്റെ പ്രശ്നമായിരുന്നു ഹെയ്റ്റിയെ ഗോൾ നേടുന്നതിൽ നിന്നും തടഞ്ഞത്. ബ്രസീലിന്റെ പ്രതിരോധ നിര ഇന്ന് നിലവാരമുള്ളൊരു പോരാട്ടമാണ് കാഴ്ചവെച്ചത്. മാർക്കിന്യോസും ഗബ്രിയൽ മഗല്യസും വീണ്ടും അവരുടെ മികച്ച കൂട്ടുകെട്ട് തെളിയിച്ചു. ഹെയ്റ്റിക്ക് ലഭിച്ച അവസരങ്ങളിൽ ഭൂരിഭാഗവും ബോക്സിന് പുറത്തു നിന്നുള്ള ശ്രമങ്ങളായി മാറിയത് ബ്രസീൽ പ്രതിരോധത്തിന്റെ ഈ മികവ് തന്നെയാണ്. കാരണം പന്തുമായി ബോക്സിനുള്ളിലേക്ക് കയറിയാൽ ഒരുപക്ഷെ പന്ത് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയേക്കുമോ എന്നുള്ള ഭയം ഹെയ്റ്റിയെ കാര്യമായിട്ട് ബാധിച്ചിരുന്നു. ഇന്നത്തെ മത്സരത്തിൽ വിനീഷ്യസ് ജൂനിയറിന്റെ പ്രകടനം അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഒരു ഗോള്, ഒരു അസിസ്റ്റിലേക്ക് വഴിവെച്ച മുന്നേറ്റം കൂടാതെ ഹെയ്റ്റിക്ക് നേരെ നിരന്തര ഭീഷണി കൂടി അയാൾ ഉയർത്തിക്കൊണ്ടേയിരുന്നു. മൊറോക്കോയ്ക്കെതിരെയും ബ്രസീലിനെ രക്ഷിച്ച താരം വിനീഷ്യസ് തന്നെയായിരുന്നു എന്ന് നമുക്കറിയാം. ഈ ലോകകപ്പിൽ ബ്രസീലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്രമണ ആയുധവും അദ്ദേഹം തന്നെയാണ്. അടുത്തത് മാത്യൂസ് ഗൂഞ്ഞ. ഇന്നത്തെ മത്സരത്തിലെ താരമാണ് അയാൾ. 2 ഗോളുകളാണ് അദ്ദേഹം അടിച്ചത്. മാത്യൂസ് ഗൂഞ്ഞയുടെ നിരന്തരമായ മുന്നേറ്റം ഹെയ്റ്റി പ്രതിരോധത്തെ പൂർണ്ണമായും കുഴപ്പിച്ചു കളഞ്ഞു. എങ്കിലും ബ്രസീലിന്റെ പോരായ്മകൾ ഇവിടെ വ്യക്തമാണ്. അത് മറച്ചുവെക്കുവാൻ കഴിയുന്നതല്ല. ഇവിടെയാണ് ആരാധകരുടെ ആശങ്ക നിലനിൽക്കുന്നത്. 3-0 എന്ന ലീഡിന് ശേഷം ബ്രസീൽ കളി നിയന്ത്രിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷെ രണ്ടാം പകുതിയിലെ തീവ്രതയുടെ അഭാവം അത് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം തന്നെയാണ്. പക്ഷെ ലോകകപ്പിൽ വലിയ ടീമുകൾക്കെതിരെ ഇത്തരമൊരു സമീപനവുമായി പോയാൽ അത് അപകടകരമായിരിക്കും. മൊറോക്കോ, അർജന്റീന, ഫ്രാൻസ്, സ്പെയിൻ പോലെയുള്ള ടീമുകൾക്ക് ഇത്തരത്തിലുള്ള അവസരങ്ങൾ ലഭിച്ചാൽ അവർ തീർച്ചയായിട്ടും തിരിച്ചടിച്ചിരിക്കും. മധ്യനിരയുടെ വേഗതക്കുറവാണ് പ്രധാനപ്പെട്ട ബ്രസീലിന്റെ മറ്റൊരു പ്രശ്നം. കാസിമിറോയുടെ പ്രായവും പഴയ ചലനശേഷി കുറഞ്ഞതുമൊക്കെ ചില ഘട്ടങ്ങളിൽ വ്യക്തമായി വെളിപ്പെട്ടു വന്നു. ട്രാൻസിഷൻ ഘട്ടങ്ങളിൽ ബ്രസീൽ ചിലപ്പോൾ മന്ദഗതിയിലായിപ്പോയി എന്ന് തന്നെ പറയാം. ഇതൊക്കെ കാണുമ്പോൾ പഴയ ബ്രസീലിന്റെ ആക്രമണ ഭീകരത അത് എവിടെയോ നഷ്ടപ്പെട്ടു പോയതായി മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. 2016-ൽ ഹെയ്റ്റിക്കെതിരെ ബ്രസീൽ അവസാനം പന്ത് തട്ടിയപ്പോൾ 7-1 ജയിച്ചത്. പക്ഷെ ഇന്നത് 3-0 മാറി. സ്കോർ ലൈൻ മാത്രം നോക്കിയാൽ ഇതൊരു മികച്ച വിജയമാണ്. പക്ഷേ കളി കണ്ടവർക്ക് മനസ്സിലാകും, പഴയ ബ്രസീലിന്റെ ആക്രമണ ഭീകരതയും നിരന്തര സമ്മർദ്ദവും ഈ ടീമിൽ ഇപ്പോൾ കാണുന്നില്ല എന്നുള്ളത്. മത്സരത്തിൽ പരാജയപ്പെട്ടുവെങ്കിലും ഹെയ്റ്റിയുടെ കരുത്തുകൾ, ധൈര്യം എന്നിവയെക്കുറിച്ച് പറയാതിരിക്കുവാൻ കഴിയില്ല. 3-0 പിന്നിലായിട്ടും അവർ തകർന്നു പോയില്ല. രണ്ടാം പകുതിയിൽ കൂടുതൽ ആത്മവിശ്വാസത്തോടെ അവർ കളിച്ചു. മാത്രവുമല്ല, ബ്രസീലിനേക്കാൾ കൂടുതൽ ശാരീരിക ക്ഷമത ഹെയ്റ്റിക്കാണ് എന്ന് പല ഘട്ടങ്ങളിലും തോന്നിച്ചു. അടുത്തത് അവരുടെ ടീം സ്പിരിറ്റാണ്.
വേൾഡ് കപ്പിൽ വെറും രണ്ടാം സാന്നിധ്യമാണെങ്കിലും ഭയമില്ലാതവർ കളിച്ചു. ഹെയ്റ്റിയുടെ പോരായ്മകൾ ഫിനിഷിംഗിലായിരുന്നു. അവസരങ്ങൾ ലഭിച്ചു, എന്നാൽ അവസാന ഷോട്ട് അത് നിലവാരമില്ലാത്തതായിപ്പോയി. അടുത്തൊരു പ്രശ്നം പ്രതിരോധത്തിലെ പിഴവുകളാണ്. ആദ്യ പകുതിയിൽ താരങ്ങൾ തമ്മിലുള്ള അകലം കൂടുതലായിരുന്നു. അത് വിനീഷ്യസിനും കൂഞ്ഞയ്ക്കും ആവശ്യത്തിന് സ്വാതന്ത്ര്യം നൽകുകയും ചെയ്തു. വലിയ മത്സരങ്ങളുടെ പരിചയക്കുറവ് ആ ടീമിൽ നിഴലിച്ചു നിന്നിരുന്നു. തീരുമാനമെടുക്കുന്നതിൽ പരിചയസമ്പന്ന ടീമുകളെക്കാൾ അവരേറെ പിന്നിലായിരുന്നു. ഈ മത്സരം മാത്രം നോക്കിയാൽ ബ്രസീൽ ഇപ്പോഴും കിരീട ഫേവററ്റുകളിൽ ഒന്ന് തന്നെയാണ്. കാരണം ശക്തമായ പ്രതിരോധം, വിനീഷ്യസിനെ പോലെയുള്ള ഒരു മാച്ച് വിന്നർ അവരുടെ കൂടെയുള്ളത്, പരിചയസമ്പന്നനായ കോച്ച് കാർലോ ആൻചെലോട്ടി, ടൂർണമെന്റിന്റെ പരിചയം, ഇതൊക്കെ അഡ്വാൻറ്റേജുകളാണ്. എന്നാൽ മധ്യനിരയുടെ വേഗത കുറവ്, രണ്ടാം പകുതിയിലെ തീവ്രത കുറഞ്ഞു പോകൽ, അവസരങ്ങൾ കൂടുതൽ ഗോളുകളാക്കാതെ ഇരിക്കുന്നത്, ഇവ പരിഹരിക്കാതെ പോയാൽ ക്വാർട്ടർ ഫൈനൽ അല്ലെങ്കിൽ സെമി ഫൈനൽ ഘട്ടത്തിൽ ശക്തരായ എതിരാളികൾക്കെതിരെ വലിയ പ്രശ്നമായി ഇത് മാറും. ബ്രസീൽ ഇന്ന് വിജയിച്ചു കയറി. പക്ഷേ ഈ വിജയം ആരാധകരുടെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകുന്നതല്ല. ആദ്യ പകുതിയിൽ ലോക ചാമ്പ്യൻ നിലവാരമുള്ള പ്രകടനം വെളിപ്പെട്ടപ്പോൾ രണ്ടാം പകുതിയിൽ പല ആശങ്കകളും പുറത്തു കൊണ്ടുവന്നു. മറുവശത്ത് ഹെയ്റ്റി തോറ്റെങ്കിലും തല ഉയർത്തി നിൽക്കാവുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. സ്കോർ ലൈൻ 3-0 മത്സരത്തിന്റെ യഥാർത്ഥ കഥ ബ്രസീലിന്റെ വിജയത്തെക്കാൾ ഹെയ്റ്റിയുടെ പോരാട്ടവും ബ്രസീലിന്റെ മറഞ്ഞു കിടക്കുന്ന പോരായ്മകളും തന്നെയായിരുന്നു. ഇന്നത്തെ മത്സരത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ദയവ് ഇത് കമന്റ് ബോക്സിൽ ഇത് രേഖപ്പെടുത്തുവാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഹൈപ്പ് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.